സാധു സംരക്ഷണ സമിതിയിലെ പ്രവർത്തന നിരതരായ എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, രക്ഷകർത്താക്കളെ, പരിസരങ്ങളിൽ നിന്നെല്ലാം ഈ പരിശുദ്ധ വേദിയിൽ എത്തിച്ചേർന്ന പ്രിയങ്കരായ ദീനീ സ്നേഹികളായ എൻ്റെ സുഹൃത്തുക്കളെ, ഉമ്മതങ്ങന്മാരെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുന്നു. സൃഷ്ടാവായ കരുണക്കടലായ പടച്ചതമ്പുരാൻ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വേദിയാക്കി ഈ വേദി അള്ളാഹു മാറ്റുമാറാകട്ടെ. എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണോ 2 മണിക്കൂർ ഈ സദസ്സിൽ ചിലവഴിക്കാൻ ഞാനും നിങ്ങളും നിയ്യത്ത് ചെയ്തിരിക്കുന്നത്, ഈ സദസ്സ് കഴിയുന്നതോടെ അള്ളാഹു അതെല്ലാം നമുക്ക് നടത്തി തരുമാറാകട്ടെ. സാധുക്കളെ സഹായിക്കുന്നതിന്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഹായ നിധിയിലേക്ക് ആരെല്ലാം ആത്മാർത്ഥമായി അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നുവോ, കരുണക്കടലായ ഔദാര്യവാനായ പടച്ചറബ് അവരുടെ മനസ്സ് അതിന് പകരം എന്ത് കൊതിക്കുന്നുവോ അത് അള്ളാഹു കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യനിഷേധികളുടെ നിത്യസങ്കേതം അഥവാ നരകം എന്ന വിഷയത്തിന്റെ ഒരു ഭാഗമാണ് നാം ഇന്നലെ ചർച്ച ചെയ്തത്. അതിനെ തുടർന്നുള്ള ഭാഗമാണ് അൽഹംദുലില്ലാഹ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, ഒരു സഹാബി വന്ന് ചോദിക്കുന്നു, നബിയെ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? നരകത്തിന്റെ നാരകീയമായ അദാബിന്റെ ഏറ്റവും ചെറിയ രൂപം, ചെറിയ ശിക്ഷ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പുകൾ നരകത്തിന് അവകാശപ്പെട്ട ഒരു മനുഷ്യന്റെ കാലിലേക്ക് അണിയിക്കപ്പെടുകയാണ്. ഏറ്റവും ചെറിയ ശിക്ഷയായി പറയുന്നത്, നരകത്തിന് അർഹതപ്പെട്ട മനുഷ്യന്റെ 2 കാലുകളിലേക്ക് നരകത്തിന്റെ കനൽക്കട്ടകളായ, തീക്കട്ടകളായ കനലുകളെ കൊണ്ട്, കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പുകൾ കൊണ്ടുവന്ന് അണിയിക്കുകയാണ്. ആ 2 ചെരുപ്പിന്റെ ഗാംഭീര്യത കൊണ്ട്, അതിന്റെ വീര്യം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് ആ ചെരുപ്പ് ധരിച്ച മനുഷ്യന്റെ തലച്ചോറ് പോലും തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉരുകി ഒലിച്ചു പോകും. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ 2ാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്ത സഹോദരങ്ങളെ കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത്. 3ാമത്തെ നരകം, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദാ ഫീ അമദിൻ മുമദ്ദദാ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് ഹുതമ എന്നാണ്. ഹുതമ ആരാണ്? ഹുതമയിൽ കടന്നു പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് കരുണക്കടലാര പടച്ചുറമ്പുരാൻ ആ ഹുതമയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, കല്ലാ
ലയുംബദന്ന ഫിൽ ഹുത്തമാ. ഹുത്തമയെന്നു പറയുന്ന നരകത്തിലേക്ക്, ഹുത്തമയെന്നു പറയുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചഴക്കപ്പെടും, വലിച്ചെറിയപ്പെടും, അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും തങ്ങളെ. വമാ അദ്റാകമൽ ഹുതമാ. നരകത്തിന്റെ മൂന്നാമത്തെ കവാടമായ ഹുതമ, അത് എന്താണെന്ന് നബിയെ അവിടത്തേക്കറിയുമോ? ഹുതമ എന്തൊരു നരകമാ, അതിലെരിയുമേ കഥ കഴിയുമേ, എരിയും രസതത് വീണ്ടും കൂടിടും, മുറിഞ്ഞിടാതമൽ ചെയ്യണേ, അറിയണേ നരനരകമിൻ്റെ ഇടറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔവലതിൽ ജഹന്നമേ. നബിയേ, നരകത്തിന്റെ മൂന്നാമത്തെ കവാടമാകുന്ന ഹുത്തമയുണ്ടല്ലോ, ആ ഹുത്തമ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആ ഹുത്തമയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം ആ തീയിൽ ഒരൽപ്പം പോലും അണഞ്ഞിട്ടില്ല നബിയേ. ആ തീയിൽ നിന്ന് ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. ആളി പടർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ, പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഹുത്തമ എന്ന് പറയുന്ന നരകത്തിന്റെ മൂന്നാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ നിന്ന് ഒരൽപ്പം പോലും ചോർന്നു പോയിട്ടില്ല നബിയേ. ആരാണതിൽ കിടക്കുന്നത്? സൂറത്തിൽ ഹുമസ പരിശോധിക്കുമ്പോൾ അതിന്റെ അവസാനമാണ് ഹുത്തമയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ആയത്ത്. അതിന്റെ ആദ്യം പറയുന്നുണ്ട് ആരാണ് ഹുത്തമയ്ക്ക് അർഹതപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. വൈലുല്ലി വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരും, പരസ്പരം പരിഹസിക്കുന്നവരും കുത്തി സംസാരിക്കുന്നവരും കളിയാക്കുന്നവരുമാണ്. അവരാണ് ഏറ്റവും വൃത്തിഹീനമായ നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവർ, അഥവാ നാവിനെ സൂക്ഷിക്കാത്തവർ. ഇലക്ഷനൊക്കെ വരികയാണ്. ഏതൊക്കെ മോഡലിലാണ്? നല്ല മനോഹരമായ മാപ്പിളപ്പാട്ടിന്റെ മോഡലിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പാട്ടെഴുതുക. ഞാന് പെരുമ്പാവൂർ ഒരു അതിന് പോയപ്പോ എടപ്പാൾ ബാബു എന്ന് പറയുന്നൊരു പാട്ടുകാരനുണ്ട്. അയാളുടെ ഒരു പാട്ട് കേട്ടു. ആ പാട്ടിനെ തിരിച്ചിട്ട് അവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പാടുന്നതും കേട്ടു. എടപ്പാൾ ബാബു ആദ്യം പാടിയ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്. ഞാൻ എൻ്റെ റസൂലിനെ കനവിൽ കണ്ടേ, ഞാൻ എൻ്റെ നബീനെ നിനവിൽ കണ്ടേ. ഇത് മനോഹരമായ പാട്ടാണ്. പ്രവാചക പ്രേമികൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വലിയ രസമാണ്. ഇതിനെ തിരിച്ചിട്ടിട്ട് പാടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൊലി വിരിഞ്ഞു പോകുന്ന രീതിയിൽ, തൊലി വിരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പാടുക. നമുക്ക് ഒരു അല്പം പോലും വിശ്വാസത്തിന്റെ കണുക ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളൊന്നും അത് ചെയ്യരുത്. ആ നമുക്ക് ചേർന്ന പരിപാടിയല്ല. അള്ളാഹു കാക്കട്ടെ. അതുപോലെ വസാദ് പറയലും ഈബത്ത് പറയലും മറ്റുള്ളവരെ കളിയാക്കലും കുറ്റപ്പെടുത്തലും, അങ്ങനെ നാവുകൊണ്ട് അള്ളാഹു സംസാരശേഷി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് അനാവശ്യമായ രീതിയിലൂടെ ശബ്ദം ചെലവഴിക്കുന്ന വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്നത് നരകത്തിന്റെ മൂന്നാമത്തെ കവാടമാണ്. സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് വളഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കുന്നവരെ, മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തുള്ള സഹോദരിയെ മാടി വിളിച്ചുകൊണ്ട് നൂറുകണക്കാര ഫസാദ് പറയുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നാവുണ്ടല്ലോ, ആ നാവ് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സംസാരിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാനുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വകുനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആവുകയും ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്ര പേരോട് നമ്മുടെ ഈ നാവ് കൊണ്ട് എത്ര പേരെ കളിയാക്കി, എത്ര പേരെ പരിഹസിച്ചു. തമാശ പറയാം, പക്ഷെ അതിന് ചില അതിർവരമ്പുകളും പരിധികളുമുണ്ട്. നബി തങ്ങൾ തമാശ പറഞ്ഞിരുന്നു.
സഹാബികൾ തമാശ നബിതങ്ങളോട് പറഞ്ഞിരുന്നു, ഭാര്യമാരോട് നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്ന തമാശയ്ക്ക് ഒരു പരിധിയുണ്ട്. ഒരു ഭർത്താവ് പറഞ്ഞത്, ഉസ്താദേ ഭാര്യ എന്നെ പിച്ചാത്തിയുടെ ഈ ഇത് പിടിയുണ്ടല്ലോ അത് വെച്ച് ഇവിടെ നെഞ്ചിൽ ഇടിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ കാരണം? അപ്പൊ ആ ഭർത്താവ് പറഞ്ഞത്, തമാശയൊക്കെ പറയുന്നത് നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ഭാര്യയെ ഒന്ന് തമാശ പറഞ്ഞു നോക്കിയതാ. എന്താ പറഞ്ഞെന്നറിയോ? ആ ഭാര്യയുടെ വാപ്പ ചെറിയ മൊണ്ടലുള്ള ആളാ. അപ്പൊ ഭാര്യയുടെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ ഇങ്ങനെ കണക്കോ എന്നല്ലേ നടക്കുന്നത് കാണിച്ചു. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഈ പ്രിയപ്പെട്ട ഭാര്യക്കറിയാം തന്റെ പിതാവ് തനിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളും തന്റെ പിതാവ് തനിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഈ പ്രിയപ്പെട്ടവൾക്കറിയാം. അതുകൊണ്ട് ഭർത്താവ് കളിയാക്കിയപ്പോ സഹിച്ചില്ല, കയ്യിലിരുന്ന പിച്ചാത്തിയുടെ മൂട് കൊണ്ട് ഇടിച്ചു കയറ്റി കൊടുത്തു. നമ്മളും തമാശ പറഞ്ഞു ഭാര്യ ചിരിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൂടെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശയാവരുത് നമ്മൾ പറയാനുള്ളത്. ഇന്ന് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ടിൻഡു മോൻ കോമഡി. ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും ഉണ്ട്, ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും ടിൻഡു മോന്റെ കോമഡി ഇല്ലാതില്ല. ഇതൊക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ ആദ്യം തന്റെ 16ഉം 17ഉം വയസ്സായ പെൺകുട്ടികൾക്ക് ആദ്യം ടിൻഡു മോന്റെ കോമഡി അയച്ചു കൊടുത്തിട്ടാണ് അവസാനം അതിനകത്തൂടെ എന്തെങ്കിലും സെക്സ് വാക്കുകളൊക്കെ കയറ്റി വിടുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചതുപോലെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലുള്ള ആള് തന്നെ എന്ന് പറഞ്ഞാണ് വീണ്ടും പിന്നെ പ്രണയത്തിലേക്കും അടുപ്പത്തിലേക്കൊക്കെ വരുന്നത് ടിൻഡു മോനിലൂടെയാണ്. അതുപോലെ വേറെയും ഒരുപാട് തമാശ നിങ്ങൾ കരുതും. രാത്രി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ മെസ്സേജ് വരും, മെത്ത കുടഞ്ഞിട്ടാണോ കിടക്കുന്നത്, മെത്തയുടെ അടിയിൽ വിഷസർപ്പം കയറിയിരിക്കുകയാണെങ്കിൽ 1 മണിക്കാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മെത്ത എടുത്ത് കുടയും, മെത്തയുടെ മണ്ടേ കുഞ്ഞു കിടക്കായിരുന്നു, കുഞ്ഞു തറയിൽ വന്നു വീഴും. അതുപോലെ ഫാനോ, ഈ ഫാൻ അഴിഞ്ഞ് നിന്റെ മണ്ടയിലോട്ട് വീണാലുള്ള രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയ മെസ്സേജ് വരിക രാത്രി അപാതിരാ സമയത്ത്. ഇതൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്ന മെസ്സേജുകളാ, അയാളെ ഉറക്കം കെടുത്തുന്ന. ഇതൊക്കെ തമാശയാണെന്ന് നമ്മൾ കരുതരുത്. ഇതൊക്കെയാണ് വലിയ തമാശ എന്നാണ് നമ്മിൽ പലരും കരുതിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ ചിന്തിക്കണം. നല്ല നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ തമാശകളുണ്ട്. അള്ളാന്റെ ഹബീബ്, സഹാബികൾ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനപ്പുറം ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാൻ പാടില്ല. അതുപോലെ കളിയാക്കലും വസാദ് പറയലും ഈവത്ത് പറയലും നാവിനെ സൂക്ഷിക്കണം. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, പള്ളിയുടെ ചുറ്റുവട്ടത്തിരുന്ന് കറങ്ങി നടക്കുമ്പോൾ ഇശാ നിസ്കാരത്തിന്റെ ബാങ്ക് വരെയുള്ള സമയം നാടിലുള്ള എത്രയോ കാര്യങ്ങളാണ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത്.